Ladies and gentlemen, boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ സ്ക്രീൻ ടിയർ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു, ടൈം ഡ്യൂറേഷൻ 5 seconds, ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് നോയ്സ് എന്ന് കൊടുത്തു. കളർ ബ്ലാക്ക്. ഇതിൽ ഞാൻ ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി ഫ്രാക്ടൽ നോയ്സ് ആഡ് ആക്കി. അണ്ടർ ട്രാൻസ്ഫോം അൺചെക്ക് യൂണിഫോം സ്കെയിലിംഗ്, സ്കെയിൽ വിത്ത് 3200. ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് ഓഫ്സെറ്റ് ടർബുലൻസ് കീ ഫ്രെയിം സെലക്ട് ചെയ്തു. into open square bracket time multiply 3000 comma 9020 close bracket എന്ന എക്സ്പ്രഷൻ ആഡ് ആക്കി. ഇനി ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി CC ത്രെഷോൾഡ് ആഡ് ആക്കി. ത്രെഷോൾഡ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തു. അണ്ടർ ഫ്രാക്ടൽ നോയ്സ് ബ്രൈറ്റ്നസ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ ചേഞ്ച് ടു -60. 1 സെക്കൻഡിൽ പോയി 60 ആക്കി. ബോത്ത് കീ ഫ്രെയിംസ് ഈസീസ് ചെയ്തു. ഇനി ഈ സോളിഡ് ലെയറിൽ ഒപ്റ്റിക്സ് കോമ്പൻസേഷൻ ആഡ് ആക്കി. ഫീൽഡ് ഓഫ് വ്യൂ 125. ചെക്ക് റിവേഴ്സ് ലെൻസ് ഡിസ്റ്റോർഷൻ, FOV ഓറിയന്റേഷൻ ഡയഗണൽ, ചെക്ക് ഒപ്റ്റിമൽ പിക്സൽസ്. ഇനി ഞാനൊരു വീഡിയോ ആഡ് ചെയ്യുകയാണ് ടൈം ലൈനിൽ. റീനെയിം ചെയ്ത് വീഡിയോ 1 എന്ന് കൊടുത്തു. അതുപോലെ നോയ്സ് സോളിഡ് ലെയറിൻ്റെ താഴെ പ്ലേസ് ചെയ്തു. നോയ്സ് ലെയർ ഹൈഡ് ചെയ്തു. അതുപോലെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്തു. വീഡിയോ ലെയറിൻ്റെ സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ സ്കെയിൽ കുറച്ച് ഇൻക്രീസ് ചെയ്തു. ഞാൻ 1 സെക്കൻഡിൽ പോയി സ്കെയിൽ ചേഞ്ച് ചെയ്തു. ഒറിജിനൽ സൈസിലാക്കി. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. എന്നിട്ട് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഈ നോയ്സ് ലെയർ 50 ഫ്രെയിംസിൽ കൊണ്ടുവച്ചു. എന്നിട്ട് സെക്കൻഡ് വീഡിയോ ആഡ് ആക്കി. ഇൻ ബിറ്റ്വീൻ ദീസ് 2 ലെയേഴ്സ് റീനെയിം ചെയ്ത് വീഡിയോ 2 എന്നിട്ടു. അതുപോലെ 50 ഫ്രെയിംസിൽ കൊണ്ടുവച്ചു. സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. എന്നിട്ട് സ്കെയിൽ സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ കീ ഫ്രെയിം ഒറിജിനൽ സൈസിൽ ചേഞ്ച് ചെയ്ത് വെച്ചു. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ് ആൻഡ് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. വീഡിയോ 2ൽ പോയി ട്രാക്ക് മാറ്റ് ചേഞ്ച് ചെയ്ത് നോയ്സ് ലെയർ സെലക്ട് ചെയ്തു. അതുപോലെ ഞാനിത് ലൂമ മാറ്റിലോട്ട് മാറ്റി ബൈ ക്ലിക്കിംഗ് ഹിയർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ ടിയർ ട്രാൻസിഷൻ കിട്ടും. ഈ ട്രാൻസിഷൻ കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോയ്സ് ലെയറിൽ പോയി FOV ഓറിയന്റേഷൻ ആൻഡ് അതുപോലെ ത്രെഷോൾഡ് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.